ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്റെ മനസ്സ് പറയുന്നുണ്ട് വിഷ്ണുട്ടൻ നാളെ ബീച്ചിൽ വരുമെന്ന്, ഇനി നമ്മുടെ മക്കളെയും കാണുമെന്ന്. വിഷ്ണുട്ട വരണേ. അല്ല, ഇവരിപ്പോ എന്ത് ചെയ്തു എന്നാ പറഞ്ഞേ? കുഞ്ഞിനറിയാവുന്നതാണല്ലോ, നമ്മളെ പരുത്തിക്കുഞ്ഞിലെ സ്ഥലം അവര് സർക്കാർ ഭൂമിയാക്കി മാറ്റിയില്ലേ. അതുപോലെ ഇപ്പൊ നമ്മുടെ മൂന്നാം മൂടിലെ കോറയും അവർ അവരുടെ അധികാരം ഉപയോഗിച്ച് എന്തൊക്കെയോ ചെയ്യാൻ പോണത്രേ. അല്ല, പരുത്തിക്കുന്നിൽ അവരെന്താ കാണിച്ചത്? അത് ശരി, ശിവൻകുഞ്ഞ് അതൊക്കെയൊക്കെ മറന്നോ? നിങ്ങൾ തമ്മിൽ എന്തെല്ലാം ബഹളങ്ങളുണ്ടായി. രണ്ടുപേരും ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നില്ലേ? എനിക്കവരെ എന്നിട്ടിപ്പോ അവര് പറയുന്നത് എന്താ അവര് ചെയ്യാൻ പോന്നേ? അത് ഇതാ ഏടിയം വിളിക്കുന്നുണ്ട്. അവർ ചെയ്യാൻ പോകുന്നത് ഏടിയം പറയും. ഞാൻ സ്പീക്കർ ഉണ്ടാവും. ഹലോ ഏടിയം സാറേ, എന്താന്ന് വെച്ചാ പറഞ്ഞോ. കേക്കേട്ട രണ്ടുപേരും എന്റെ അടുത്തിരുന്ന് കേൾക്കുന്നുണ്ട്. അതെ, ഒരു രഹസ്യ വിവരം കിട്ടിയിട്ടുണ്ട്. കളക്ടർ നാളെ മൂന്നാം മൂട് കോറയില് ഇൻസ്പെക്ഷൻ വരുന്നുണ്ട്. അവിടുത്തെ നിലവിലെ സാഹചര്യം അനുസരിച്ച് എന്തെങ്കിലും നിയമ നടപടികളിലേക്ക് പോയാ ലൈസൻസ് കട്ടാവും. പിന്നെ അത് പുതുക്കിയെടുക്കാനേ ദൈവം തമ്മിൽ നേരിട്ട് ഇറങ്ങി വന്നാലും നടക്കില്ല. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഇപ്പൊ ചെയ്യണം. ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ അപ്പൊ ഫോൺ ചെയ്ത് അറിയിക്കാം. ഓക്കെ? ഇത് കൈവിട്ട പരുത്തിക്കുന്ന് കൈവിട്ടത് പോലൊന്നും അല്ല, കോടികളാ നമുക്ക് നഷ്ടമാവുന്നത്. അവക്കിത് എന്തിന്റെ കേടാണ്? ഫാമിലിയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നു. ഭർത്താവിനെ കാണാനില്ലെന്നോ ഏതോ പെണ്ണിന്റെ കൂടെ ഒളിച്ചോടി പോയി എന്നൊക്കെ പറയുന്നത് കേട്ടു. എങ്ങനെ പോകാതിരിക്കും? അവരുടെ സ്വഭാവം അതല്ലേ. അല്ല, അവരുടെ ഭർത്താവ് ആരുടെങ്കിലും കൂടെ പോയതിന് അവര് നമ്മുടെ നെഞ്ചത്ത് കയറണ എന്തിനാണാവോ? ഭർത്താവ് ഒളിച്ചോടി പോയ ദുഃഖത്തിലിരിക്കുന്ന കളക്ടറെ നമുക്കൊന്ന് സഹായിക്കാം. അവളുടെ ജീവൻ എടുത്തുകൊണ്ട് തന്നെ സഹായിക്കാം. എന്തേ, ഇനി അവള് ഈ ഭൂമിയിൽ വേണ്ട. ആ ലാസറിനെ ഒന്ന് വിളിക്കണം. ഇനി ഇത് വെച്ച് നീട്ടണ്ട. കണ്ണടച്ച് കിടക്ക് മക്കളെ, അപ്പൊ ഉറക്കം വരും. അച്ഛൻ എന്താ അമ്മേ വരാത്തെ? അച്ഛന് നമ്മളൊന്നും വേണ്ടേ? അച്ഛൻ വരും മോളെ. അച്ഛൻ നമുക്കൊക്കെ വേണ്ടി എന്തൊക്കെയോ ജോലി എടുക്കാൻ പോയിരിക്കുക. ഞാൻ ഇന്നലെ വിഷ്ണുവച്ഛന് സ്വപ്നം കണ്ടു, നമ്മളെല്ലാരും ബീച്ചിൽ നിൽക്കുന്നതായിട്ട്. ആ, അച്ഛൻ ബീച്ചിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് ഇതുവരെ കൊണ്ടുപോയിട്ടില്ല. അച്ഛൻ വരട്ടെ, എന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി പോവാം. അച്ഛൻ ഇനി എന്ന് വരാനാ? ഞങ്ങൾക്ക് നാളെ തന്നെ ബീച്ചിൽ പോണം. ശരിയാ, ഞങ്ങൾക്ക് നാളെ തന്നെ ബീച്ചിൽ പോണം. ശരി, സമ്മതിച്ചു. രണ്ടുപേരെയും നാളെ ബീച്ചിൽ കൊണ്ടുപോവാം. ഇപ്പൊ രണ്ടുപേരും കിടന്നുറങ്ങ. അച്ഛൻ പറ്റിച്ച പോലെ അമ്മയെ ഞങ്ങളെ പറ്റിക്കല്ലേ? ഇല്ല, അമ്മ നിങ്ങളെ നാളെ കൊണ്ടുപോയിരിക്കും. ഇപ്പൊ മക്കൾ ഉറങ്ങ.
വിഷ്ണുട്ട, എന്നെ നമ്മുടെ മക്കളെയും വിട്ടു പോയി നിൽക്കുന്ന ബീച്ചിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞു മക്കളെ പറ്റിച്ചു അല്ലേ? എന്തായാലും മക്കൾ ഒരേ വാശിയില്ല ബീച്ചിൽ പോണെന്നും പറഞ്ഞു. ഞാൻ എന്തായാലും നാളെ അവരെ ബീച്ചിൽ കൊണ്ടുപോവാ. കൂടെ വിഷ്ണുവേട്ടനുണ്ട് എന്ന വിശ്വാസത്തോടെ. വിഷ്ണുവേട്ടനില്ലാതെ മക്കളെയും കൊണ്ട് തനിച്ച് ബീച്ചിൽ പോവാൻ എനിക്കാവില്ല. അതുകൊണ്ട് വിഷ്ണുവേട്ടൻ ഒന്ന് വരുമോ? ഒന്ന് കാണാന്. എന്റെയും നമ്മുടെ മക്കളുടെയും സന്തോഷത്തില് ഒരു അല്പസമയം, അന്നത്തെ പോലെ. എന്റെ മനസ്സ് പറയുന്നുണ്ട് വിഷ്ണുവേട്ടൻ നാളെ ബീച്ചിൽ വരുമെന്ന്, ഇനി നമ്മുടെ മക്കളെയും കാണുമെന്ന്. വിഷ്ണുവേട്ട വരണേ. ശ്യാമേ, രോഹിത് ഇതുവരെ വന്നില്ലേ? ഇല്ലമ്മേ. സമയം ഒരുപാടായടി. ആ, ഞാൻ കിടക്കാൻ പോവാ. വരുന്നവര് വന്ന് ബെല്ലടിക്കട്ടെ. എഴുന്നേറ്റാ ചെന്ന് കഥ ഓർക്കും. ഇല്ലെങ്കിൽ പുറത്ത് കിടക്കട്ടെ. ഓക്കെ. എടേ ശ്യാമേ, ശ്യാമേ, ശ്യാമേ വന്നൂന്ന് തോന്നുന്നു. എവിടെ പോയി കിടക്കുന്നത്? തുറക്കണേ. ചെന്ന് വാതിൽ തുറക്കടി. ശ്യാമേ, തുറക്കാൻ.